നമസ്കാരം. അങ്ങനെ മാനം കാക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോ വൺ ഡേ മാച്ച് തുടങ്ങാൻ പോവുകയാണ്. T20യിൽ ഗതികെട്ട് നാണം കെട്ട് തോറ്റ് തുന്നം പാടിയാണ് ഈ പറയുന്ന ഇന്ത്യൻ ടീം പോയിരിക്കുന്നത്. ഗംഭീർ മകാക്കറും കൂടി അവിടെ ഇരുന്ന് ഇന്ത്യൻ ടീമിനെ തൊലച്ച് T20 എന്ന് പറയുന്ന ഒരു സാധനം തുടങ്ങിയ ഇത്രയും ഗതികെട്ട ഒരു രീതിയിലേക്ക് ഇന്ത്യൻ ടീം പോയിട്ടില്ല എന്നുള്ളതാണ്. അത്ര കണ്ട് അവന്മാരെ കുഞ്ഞമ്മേരെ മക്കളെയൊക്കെ തിരികെ കയറ്റി അവന്മാരെ തോന്നിയാസം കാണിച്ച് ഇന്ത്യ ഈ ഗതിയിൽ എത്തിച്ചു. അയർലൻഡിനോട് വൈറ്റ് വാഷ്, അതാ തൊട്ടടുത്ത ഇംഗ്ലണ്ടിനോട് വൈറ്റ് വാഷ്. എല്ലാ കളിയും ഓടി നടന്ന് പൊട്ടുക മാത്രമല്ല നാണം കെട്ട രീതിയിൽ തോറ്റു എന്നുള്ളതാണ്. ഈ നാണക്കേടിൽ നിന്നൊക്കെ ഒന്ന് ഉയർത്തി എഴുന്നേൽക്കണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? വൺ ഡേ കളി വരാമെന്ന് അവിടെ ഇന്ത്യ ജയിക്കണമെന്നാണ്. അതിലൊക്കെ ആകെ കൂടി ഒരു പ്രതീക്ഷ റോക്കോ സഖ്യത്തിനുള്ള, അതായത് രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, അവന്മാരിൽ മാത്രമേ നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാൻ പറ്റൂ എന്നുള്ളതാണ്. മനസ്സിലായോ? ഇപ്പോഴത്തെ കിടിലം ടീം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൺ ഡേ ടീമും T20 ടീമും നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഹ്യൂജ് ഡിഫറൻ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. മനസ്സിലായോ? ഇതെന്തോ ഒരു കിടിലൻ ടീം മറ്റേതോ ഒരു കൂറ ടീമായിട്ടാണ് T20 ടീമിനെ നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത്. ഈ രണ്ട് ടീമിലെയും നമ്മൾ എടുത്തു നോക്കി ഞെട്ടിപ്പോകുന്ന ഒരു വസ്തുതയുണ്ട്. അതായത് ഈ T20യിൽ ഏതാണ്ട് പ്ലേയിങ് ഇലവനിൽ ഇപ്പോൾ എങ്ങനെ എടുത്താലും ഏതാണ്ട് 8 9 പേര് ലെഫ്റ്റ് ഹാൻഡ് ആണ് എന്നുള്ളതാണ് T20യിൽ ഒരു പ്രശ്നം. ഇവിടെ വൺ ഡേയിൽ വരുമ്പോൾ ഇത് നേരെ തിരിച്ചാണ്. മനസ്സിലായോ? 8 9 പേര് എന്താണ് ഈ പറയുന്ന റൈറ്റ് ഹാൻഡേഴ്സ് ആണ് എന്നുള്ളതാണ്. അതായത് ടോപ്പിലെ എല്ലാവരും റൈറ്റ് ഹാൻഡ് ആണ്, അവിടെ ലെഫ്റ്റ് ഹാൻഡർ ആരുമില്ല. ഈ T20യിൽ വരുമ്പോൾ നേരെ തിരിച്ചു എന്നുള്ളതാണ്. നമ്മുടെ ഇംഗ്ലണ്ടിന്റെ പര്യടനം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ റൈറ്റ് ഹാൻഡേഴ്സ് ആണ് അവിടെ അടിച്ച് റൊട്ടിയാക്കുന്നത് എന്നുള്ളത് മറ്റൊരു വസ്തുത. ഇനി ഇപ്പോഴത്തെ പ്ലേയിങ് 11 എന്തായിരിക്കും എന്നുള്ളതാണ്. ഏത് രീതിയിൽ ഒരു പ്ലേയിങ് 11 എടുത്തു കഴിഞ്ഞാൽ ജയിക്കും എന്നുള്ളതാണ്. ഈ ഗംഭീറിന്റെ പിടിച്ചുവെപ്പുകാരന്മാരെല്ലാം കൂടി ഇതിനകത്ത് കുട്ടിക്കയറ്റി വെച്ച് കഴിഞ്ഞാൽ സമ്മേളനം വീണ്ടും ഇത് തോക്കും എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോൾ ടീം ഏതാണെന്ന് നമുക്ക് ആദ്യം നോക്കാം, എന്നിട്ട് ഏതായിരിക്കും ബെറ്റർ. അവിടെ എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഈ 3 കളിയും ഇന്ത്യ ജയിക്കണമെന്നാണ്. 3 കളിയും യുവമാരെ എങ്ങനെയാണോ ഇന്ത്യയെ T20യിൽ വൈറ്റ് വാഷ് ചെയ്തത് അതേ രീതിയിൽ അതേ നാണയത്തിൽ തിരിച്ചടി കൊടുത്ത് ഈ രോഹിത് ശർമ്മയുടെ അവിടെ നിന്ന് കൊണ്ടുവന്ന് ഷോർട്ട് പിച്ചിൽ കൊണ്ടിട്ട് ബളവാരം അടിക്കും അവൻ. മനസ്സിലായി? അതേ രീതിയിൽ തിരിച്ചടി കൊടുക്കണം. എനിക്ക് 2 കൊട്ടുകൊട്ടി ഒരു വീഡിയോ ഇടാൻ സാധിക്കണം എന്നുള്ളതാണ്. ആദ്യം നമുക്ക് ടീമിലേക്ക് നോക്കി കഴിഞ്ഞാൽ സ്ക്വാഡ് ഇങ്ങനെയാണ്. ബാറ്റ്സ്മാൻമാർ നോക്കി കഴിഞ്ഞാൽ ശുഭ്മാൻ ഗില്ല്, രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ ആണ് ഇതിനും വൈസ് ക്യാപ്റ്റൻ എന്നുള്ളതാണ്. ബാറ്റ്സ്മാൻമാരെ കൊള്ളാം. ശുഭം ഗില്ലും ഫോമിലാണ്, രോഹിത് ശർമ്മ ഫോമിലാണ്, വിരാട് കോഹ്ലി അപാര ഫോമിലാണ്, ശ്രേയസ് അയ്യറും ഫോമിലാണ്. ഇവർ 3 പേരും ഈ പറയുന്ന 4 പേരും ഫോമിലാണ് എന്നുള്ളതാണ്. വിക്കറ്റ് കീപ്പർ KL രാഹുൽ കിടിലൻ ഫോമിലാണ്. ഇഷാന്ത് കിഷൻ അവനും ഫോമിൽ തന്നെയാണ്. മനസ്സിലായോ? ഇനി ഓൾറൗണ്ടർ വാഷിംഗ്ടൺ സുന്ദർ, അക്സർ പട്ടേൽ, ശിവം ദൂബെ. ഇവിടെയാണ് ഊഞ്ഞാലെ ആവുന്നത്. ഇവിടെയാണ്. ഇതെന്ത് ഓൾറൗണ്ടർമാരെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വാഷിംഗ്ടൺ സുന്ദർ എന്റെ അമ്മേനെ ഇറക്കരുത്. അവനെ കൊണ്ട് നിനക്കൊന്നും 10 ഓവർ എറിയിക്കാനൊന്നും പറ്റത്തില്ല. 10 പോയിട്ട് 5 ഓവർ വേണമെങ്കിൽ എറിയിക്കാൻ അവർ വിളവാരടിക്കും. അവനിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രതീക്ഷ കിട്ടും, അല്ലെങ്കിൽ ബാറ്റിംഗ് റൺ അടിച്ചുകൊണ്ട് ഒരു പ്രതീക്ഷ കിട്ടുമെന്നും നിങ്ങൾ വിചാരിക്കണ്ട. ഇന്നലെ യവൻ അടിച്ചതുപോലെ ആവും. ആരെ നമ്മുടെ തിലക് വർമ്മ എതിരില്ലേടേ? എന്തിനാ തിലക് വർമ്മ എടുക്കാത്ത? എന്റെ മച്ചമ്പി അല്ലേടേ തിലക് വർമ്മ എന്തെടുക്കാത്ത? അയ്യോ പാവാ. ഇപ്പോഴെ തിലക് വർമ്മ ഈ സ്കോഡിലല്ലേ? അപ്പൊ അവൻ ഇന്നലെ അടിച്ചേണ്ട കളി നോക്കും, അപ്പോഴേക്ക് അടിച്ചു വെച്ച് തരും. ജയിക്കാനുള്ള ആവശ്യമുള്ള സമയത്ത് അവൻ അടിക്കത്തില്ല എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഇവിടെ ഈ ഒരു നമ്മുടെ ഇന്ത്യയുടെ സ്കോഡിൽ ഏറ്റവും വലിയൊരു തലവേദനയായിട്ട് ഇരിക്കുന്നത് ഇന്നലെ ഓൾറൗണ്ടർ എടുക്കണം. 5 ഒരു 6 ബൗളർ വേണ്ടേ? അപ്പൊ അതിനകത്തൊരു ഓൾറൗണ്ടർ വേണം എന്നുള്ളതാണ്. ആ ഓൾറൗണ്ടർ വെക്കുമ്പോൾ വാഷിംഗ്ടൺ സുന്ദർ, അക്സർ പട്ടേൽ, ശിവൻ ദൂബെ ഈ 3 ആരെ വെക്കും എന്നുള്ളതാണ്. നമുക്ക് പ്ലേയിങ് 11 നോക്കാം. ഇതിൽ ഒരുവിധം തമ്മിൽ ഭേദം തൊമ്മനെന്ന് പറഞ്ഞ് നമുക്ക് നോക്കുന്നത് അക്സർ പട്ടേലാണ്. ശിവൻ ദൂബെ അമ്മോ നിങ്ങൾ ഓൾറൗണ്ടർ ഒന്നും പറയില്ലേ? ഓൾ വേസ്റ്റ് ആണെന്നാണ് ഞാൻ പറയുള്ളൂ. ബാറ്റിംഗിൽ വേസ്റ്റ്. ഓൾറൗണ്ടർ നിങ്ങൾ ബൗളിങ്ങിന് ഇറക്കി വിടും, 1 ഓവറും കൂടി നിങ്ങൾ കൊടുക്കൂല. അതാ പക്ഷെ 1 ഓവർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10 ഓവറിന്റെ റൺ അതിൽ തന്നെ തന്നിടും. എനിക്ക് വേണ്ട, 10 ഓവർ നിങ്ങൾ തരണ്ട. എത്ര റൺ അവർ അടിക്കും എന്നെനിക്കറിയാം. എന്നെ ഒരു അല്ലെങ്കിൽ 10 ഓവർ എന്ന് എന്നെ 10 60 റൺസ് അടിക്കും. എനിക്ക് 2 ഓവർ എന്ന് പറഞ്ഞാൽ 60 റൺസ് വിട്ടുകൊടുക്കാം എന്ന് കണക്കാക്കിയാണ് ഇവൻ നിൽക്കുന്നത്. അതൊന്ന്. രണ്ടാമത്തെ ഫീൽഡിങ്. നിങ്ങൾ ഇപ്പൊ കൊടുക്കുന്ന അവന്റെ കയ്യിൽ തേച്ചു വിടുന്ന പശ ഒട്ടണില്ല. ആ പശ മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും പശ കൊടുത്തു വേണ്ടി വരും. കാരണം ഇപ്പൊ കയ്യിൽ ഒട്ടണില്ല. ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ പോകും. ഒട്ടി അവൻ കേച്ചൊന്നും എടുക്കത്തില്ല, അവൻ ഫീൽഡിങ്ങും ചെയ്യില്ല, അവൻ റണ്ണ് വിട്ടുകൊടുക്കുകയും ചെയ്യും, ഇന്ത്യ തോപ്പിക്കുകയും ചെയ്തു. ഒരു കാരണവശാലും ഞാൻ പറയണു അവനെ എടുക്കരുത്. അവനെ എടുത്തു കഴിഞ്ഞാൽ അവന് ബൗളിങ്ങും കൊടുക്കില്ല, ഫീൽഡിങ്ങും കൊടുക്കില്ല, മാറ്റി നിർത്തണം. മനസ്സിലായോ? അവസാനം സ്പിന്നർ ഏതെങ്കിലും 2 3 ഓവറുള്ളപ്പോൾ സ്പിന്നർ ആണെങ്കിൽ അവനെ കൊണ്ട് ഇറക്കി വിട്ടുകൊടുക്കും. അത്രേ ഉള്ളൂ. വേസ്റ്റ് ആണ്. എനിക്ക് തോന്നുന്നു മറ്റേ ഓൾറൗണ്ടർ ഇവനെല്ലാം ആരോ പരിക്ക് പറ്റി പോയപ്പോഴാണ്
ഈ അവന് പകരമാണ് ഈ പറയുന്ന ശിവൻ ദൂബയിൽ എടുത്തത് എന്നുള്ളതാണ്. മനസ്സിലായോ? ഈ ബൗളർമാരും കിട്ടില്ല ബൗളേഴ്സ് നിരയാണ്. കുൽദീപ് യാദവ്, ബുംറ വരണു. അണ്ണാ നീ എവിടെയായിരുന്നു അണ്ണ? നിന്റെ ആ ഒരു അഭാവം നമുക്ക് ആ T20 നല്ല രീതിയിൽ നമ്മൾ കണ്ടു കേട്ടോ. അവരൊക്കെ പട്ടി അടിക്കുമ്പോഴാണ് അടിച്ചവന്മാര്. ഒരു മര്യാദ ഇല്ലാണ് അവരെ അടിച്ച് തൂറിച്ചത്. പ്രസിദ്ധ് കൃഷ്ണ, ഹർഷിത് റാണ, ഹർഷദീപ് സിംഗും ഗുർനൂർ ബ്രാർ. ഈ ഗുർനൂർ കിടിലം ബോളറാണ് കേട്ടോ. കഴിഞ്ഞ കളിയിലും കളിച്ചു, നല്ല പൊക്കും കളി, നല്ല ബൗൺസ് കിട്ടും. ഈ ഗുർനൂർ ഉണ്ട്. ഞാൻ ഒരു കാര്യം, പ്രസിദ്ധ് കൃഷ്ണ ഇറക്കൽ ഇവിടെ 2 T20 കുറച്ച് റണ്ണെ വിട്ടുകൊടുത്തു. അവനെ ഇറക്കിക്കളയില്ലേ, അവനെ ഇറക്കിയാൽ തീർന്നു എന്നുള്ളതാണ്. ആ ഗുർനൂറിന് ആ ചെറുക്കനെ കുറക്ക്. അവനൊക്കെ നല്ല രീതിയിൽ ഇവിടെ എത്തി അവന് വിക്കറ്റും കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഇനി ഇതിനകത്ത് എന്തായിരിക്കും നമ്മുടെ പ്ലേയിങ് 11? എന്റെ പ്ലേയിങ് 11 ഞാൻ പറഞ്ഞുതരാം. രോഹിത് ശർമ്മ ഓപ്പണർ. ഓക്കെ, രോഹിത് ശർമ്മയെ ഓപ്പണറായിട്ട് എടുക്കുക. രോഹിത് ശർമ്മ, ശുഭ്മൻ ഗിൽ ഓപ്പണർ. 2 റൈറ്റ് ഹാൻഡ് ആണ്. T20 നേരെ തിരിച്ചാണ്, 2 ലെഫ്റ്റ് ഹാൻഡും. ഉണ്ടാവുണ്ട്, വേറെ മാറ്റമൊന്നുമില്ല. വിരാട് കോഹ്ലി അവനും റൈറ്റ് ഹാൻഡ്. ഓക്കെ, ശ്രേയസ് അയ്യർ അടുത്ത പറഞ്ഞ അവനും റൈറ്റ് ഹാൻഡ്. T20 എല്ലാം നേരെ തിരിച്ചാണ്. മനസ്സിലായോ? അടുത്ത പറഞ്ഞ KL രാഹുൽ അവനും റൈറ്റ് ഹാൻഡ്. ഇവരെല്ലാം അപാര ഫോമിലാണ് നിൽക്കുന്നത്. ഓക്കെ, KL രാഹുൽ. അടുത്ത വരുന്നതിലാണ് പ്രശ്നം. അവിടെയാണ് ഈ പറയുന്ന ഇഷാൻ കിഷനെയോ പിന്നെ ഇഷാൻ കിഷനെ ഇറക്കുമോ, അവിടെ ഈ ഡൂബെ ഇറക്കണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഓൾറൗണ്ടർ ഡൂബെയോ ഇഷാൻ കിഷനോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരും. അതായത് 6ാമത്തെ സ്ഥാനത്തിൽ ഞാൻ പറയാം, തലയെ കഴിച്ചു പറയാം, ഡൂബേനും തേങ്ങേനും മാങ്ങേനൊന്നും ഇറക്കരുത് എന്നുള്ളതാണ്. അവിടെ ഇഷാൻ കിഷനെ തന്നെ ഇറക്കണം എന്നുള്ളതാണ്. അപ്പൊ ആ കൂടി ഒരു ലെഫ്റ്റ് ഹാൻഡാണ് വരുന്നത് ഇവിടെ. മനസ്സിലല്ല, ഈ ഓൾറൗണ്ടർ വേണമെന്ന് പറഞ്ഞിട്ട് ഇഷാൻ കിഷനെ മാറ്റിയിട്ട് അവർ നേരെ വേണമെങ്കിൽ ഡൂബെ കൊണ്ട് ഇറക്കും. അപ്പൊ എന്തൊരു ഓൾറൗണ്ടർ എനിക്ക് അറിഞ്ഞില്ല. ഫീൽഡിങ്ങും ചെയ്യില്ല, ബൗളിങ്ങും ചെയ്യില്ല. അടി കൊണ്ടി ഭയങ്കര ചാള വീട്ടാണ് കൊണ്ടാക്കൊണ്ട്. ഇത് എന്തൊരു കോപ്പിലെ ഓൾറൗണ്ടറുടെ എനിക്ക് മനസ്സിലാവില്ല. പിന്നെ ഉള്ളത് അക്സർ പട്ടേൽ. ഞാൻ പറഞ്ഞ ഓൾറൗണ്ടറിൽ ഉള്ളതിൽ ഒരു വിധം തമ്മിൽ ഭേദം തൊമ്പനെന്ന് പറഞ്ഞ അക്സർ പട്ടേലാണ്. അവനെ ഇറക്കുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നീട് നമ്മുടെ മെയിൻ സ്പിന്നറായ കുൽദീപ് യാദവ്, പിന്നെ ബുംറ, ഹർഷദീപ് സിംഗ്, പിന്നെ ഞാൻ പറയുന്നത് ഗുർനൂർ ബ്രാനെയും കൂടി എടുക്കുകയാണ്. ഗുർനൂറിനെയും കൂടി എടുക്കുക എന്നുള്ളതാണ്. അവനെ ഒരു അവസരം കൊടുക്കും. പക്ഷെ ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൗളേഴ്സിന്റെ കേസ് നോക്കുമ്പോൾ ഒന്ന് ഗുർനൂർ, ഹർഷദീപ്, ബുംറ, കുൽദീപ്, അക്സർ പട്ടേൽ, ഈ 5 ബൗളറെ ഇവിടെ നിൽക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അഡീഷണൽ ബൗളർമാർ ഇതിനകത്തില്ല. 50 ഓവർ എറിയണ്ടേ, 5 ഓവറിൽ വേറെ ആരെങ്കിലും എറിയണ്ടേ? അപ്പൊ പിന്നെ ആരെ എടുക്കും എന്നുള്ളതാണ്. ഈ 5 പേരും 10 ഓവർ എറിയേണ്ടതായിട്ട് വരും. ആർക്കെങ്കിലും ഒരു അടി വീണ് കഴിഞ്ഞാൽ മാറ്റി കൊടുക്കാനില്ല എന്നുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കാൻ പോണെന്ന് അറിയാമോ? അങ്ങനെ വരുമ്പോൾ ഇഷാൻ കിഷനെ കയറിയിരിക്കേണ്ടത് വരും. ഇഷാൻ കിഷനെ ഇവിടെ കയറ്റിയിരുത്തും. ആ സ്ഥാനത്ത് ആരെ എടുക്കും എന്നുള്ളതാണ്. ആ സ്ഥാനത്ത് ഇവർ ഇറക്കാൻ പോണ ആരാണ്? ആ സ്ഥാനത്ത് ഇവർ ഇറക്കാൻ പോണത് പിന്നീട് യവനെയാണ്, നമ്മുടെ ദൂബയാണ്. അവനെ ഇറക്കിയിട്ട് എന്താണ് ഫലം എന്ന് എനിക്ക് മനസ്സിലാവില്ല. അവനെ നിങ്ങൾ ബൗളിംഗ് ചെയ്യിപ്പിക്കില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തൊരു തേങ്ങയ്ക്കാണ് അവനെ ഇറക്കുന്നത്? പിന്നെ ഓൾറൗണ്ടർ ആരുണ്ടേ? ഓൾറൗണ്ടർ നമ്മൾ ഇതിൽ ഉള്ളതിൽ അക്സർ പട്ടേൽ, വാഷിംഗ്ടൺ സുന്ദറിനെ ഇറക്കിക്കളയില്ലേ? ചിലപ്പോൾ മുഖ്യ അറിയാൻ വാഷിംഗ്ടൺ സുന്ദറിനെ കൂടി ഇറക്കുമായിരിക്കും കേട്ടാ. ശിവൻ ദൂബെ, ഇത്രയേ ഉള്ളൂ കേട്ടോ. അക്സർ പട്ടേൽ, വാഷിംഗ്ടൺ സുന്ദർ, ശിവൻ ദൂബെ. അപ്പൊ ഇതെന്ത് ചെയ്യും? അപ്പൊ എനിക്ക് തോന്നുന്നത് ഇവിടെ അവർ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ദൂബെ ഇറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവൻ എറിയത്തില്ലല്ലോ. പിന്നെ ഉള്ളത് സത്യമായ ടീം എടുത്തത് ശരിയല്ല എന്നുള്ളതാണ്. ആ കുൻഫു പാണ്ഡ്യ ഉണ്ടായിരുന്നെങ്കിൽ അവന്റെ ആ ഒരു ടീം ഇല്ലാത്തതിന്റെ ആ ഒരു കുറവ് നമുക്ക് മനസ്സിലാക്കുന്നുണ്ടല്ലോ. ഈ ഓൾറൗണ്ടറിലാണ് ഇവിടെ ഇന്ത്യ കിടന്ന് പെടുന്നത് എന്നുള്ളതാണ്. അക്സർ പട്ടേൽ ഓൾറൗണ്ടർ ആണെങ്കിൽ കൂടി അവനൊരു മെയിൻ ബൗളറായിട്ടാണ് ഇതിൽ കൂട്ടിയിരിക്കുന്നത്. ഓക്കെ, അവനും കൂടി എറിഞ്ഞാലേ 50 ഓവർ എറിയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ ഓൾറൗണ്ടർ സെക്ഷനിൽ വിട്ടാൽ പിന്നെ ഒരു 6ാമത് ബൗൾ ചെയ്യാൻ അവസ്ഥ വേണമല്ലോ. അപ്പൊ അക്സർ പട്ടേലിനെ മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് വാഷിംഗ്ടൺ സുന്ദർ ഉണ്ട്, ശിവൻ ദൂബെ ഉണ്ട്. ഇവർ രണ്ടിൽ ആരെങ്കിലും ഒരാളെ ഇറക്കിയേ പറ്റുള്ളൂ. വേറെ ആരുണ്ട് ടീമില്? വേറെ വാഷിംഗ്ടൺ സുന്ദർ, അക്സർ പട്ടേൽ, ശിവൻ ദൂബെ. വേറെ ഒരുത്തൻ മറ്റേ അവനൊക്കെ ഹർഷിത് റാണ ഉണ്ടല്ലേ? അല്ലെങ്കിൽ ഹർഷിത് റാണ പരിപ്പറ്റി പോയില്ലേ, വീണ്ടും തിരിച്ചു വന്ന ഹർഷിത് റാണയെ ഇറക്കി കഴിഞ്ഞാൽ അവനൊരു ഒരുവിധ എറിയൂടെ. മനസ്സിലായോ? ഒരുവിധം അവൻ ബാറ്റിങ്ങും ചെയ്യും, ഒരുവിധം എറിയുകയും ചെയ്യും എന്നുള്ളതാണ്. അവനൊരു 4-5 ഓവർ നമുക്ക് കണ്ണു അടച്ചുകൊണ്ട് ഹർഷിത് റാണയ്ക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾക്ക് ഇനി ഒരു എക്സ്ട്രാ ഒരു ബൗളറും ഇത്തിരി ബാറ്റ് ചെയ്യാനും അറിയാമെന്നുള്ളവൻ വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവിടെ ബലിയാടാവാൻ പോകുന്നത് ഇഷാൻ കിഷനാണ്.
ഓക്കെ, വേറെ ആരും ബലിയാടാവൂല. ഇവിടെ ബലിയാടാവാൻ പോകുന്നത് ഇതിൽ എനിക്ക് തോന്നുന്നത് ഒരേ ഒരു മാറ്റം വരാൻ പോകുന്നത് ഇഷാന്ത് കിഷൻ നടക്കുന്ന ആ സ്ഥലത്താണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇവന്മാർ എന്താ ഈ ഗുർണൂറിനെ മാറ്റിയിട്ട് ആ സ്ഥലത്ത് ആരെ കൊണ്ടുവരും? ഹർഷിത് റാണയെ കൊണ്ടുവരില്ല. അങ്ങനെ കൊണ്ടുവന്നാലും 5 ബോളറിൽ വരത്തുള്ളൂ. അപ്പോൾ എന്താണ് ഈ പറയുന്ന യവനെ നമ്മുടെ ഞാൻ പറഞ്ഞ 11 മറ്റവനെ മാറ്റിയിട്ട്, അതായത് ഇഷാന്ത് കിഷനെ മാറ്റിയിട്ട് അവിടെ ഹർഷിത് റാണയോ വാഷിംഗ്ടൺ സുന്ദറിനെ ഇവന്മാരെ കൊണ്ടുവരും. കാരണം കൊണ്ടുവരാതെ നിവൃത്തിയില്ല എന്നുള്ളതാണ്. 5 ബോളർ മാത്രം വെച്ചിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ. ഇത് ഇന്ത്യൻ ടീമിൽ ഭയങ്കര പ്രശ്നമാണ്. ഈ ഒണ്ടയിൽ തന്നെ ഒരു ഓൾറൗണ്ട് പണ്ടത്തെ ടീം കളി നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. പണ്ടത്തെ ഇന്ത്യൻ ടീം എല്ലാം അറിയും. ഇപ്പൊ എന്താ ഇംഗ്ലണ്ടിൽ കണ്ടില്ലേ, സ്പിന്നർ ഒരു സ്പെഷ്യലൈസ് സ്പിന്നർ, ബാക്കിയുള്ള പാർട്ട് ടൈം ബൗളേഴ്സ് ആണ് അവരെന്ന് അറിയുന്നത്. ഇവിടെ ആരിയ്ക്കുന്നു? ഇവിടെ സ്പെഷ്യലൈസ് സ്പിന്നർ തന്നെ വിളവാനായിട്ട് അടിക്കുന്നുണ്ട്, പിന്നെയാണ് പാർട്ട് ടൈം. ഒറ്റ മനുഷ്യരില്ല. അതൊക്കെ ഒരു ഡ്രോബാക്ക് ആണ്. ഈ കോഹ്ലി ആയിക്കോട്ടെ, രോഹിത് ആയിക്കോട്ടെ, KL രാഹുൽ, കീപ്പർ ഓക്കെ, ശ്രേയസ് അയ്യർ അങ്ങനെയുള്ളവർക്കൊന്നും ബൗൾ ഒരു 2 ഓവറും കൂടി എറിയാനുള്ള ഗതിയില്ല. പണ്ടൊക്കെയാണെങ്കിൽ എല്ലാം എറിയത്. സച്ചിൻ ടെണ്ടുൽക്കർ വരെ ഒന്ന് എറിയായിരുന്നു. എത്ര വിക്കറ്റ് അവൻ തള്ളിയിട്ടുണ്ട്. സച്ചിൻ ടെണ്ടുൽക്കർ, വീരേന്ദ്ര സേവാഗ് ഇവരെല്ലാം എറിയായിരുന്നു. യുവരാജ് സിംഗ്, മനസ്സിലായി, ഇവരൊക്കെ എറിയായിരുന്നു. ഇവിടെയുള്ള ഇപ്പൊ വരണവന്മാർ ആരും എറിയില്ല. ഓൾറൗണ്ട് ഒന്നും പറഞ്ഞ് കൊണ്ടുവരും. അത് ഭയങ്കര എറിയായിരുന്നു. ഈ ശിവൻ ദുബെയൊക്കെ ഫസ്റ്റ് വന്ന് ഭയങ്കര എറി വിക്കറ്റ് എടുക്കും. പിന്നെന്തായി അവരും ഇല്ല, ബൗളിംഗും ഇല്ല. പണ്ടൊക്കെ ഓടി ഇപ്പൊ തിന്ന് പെരുത്ത് തീപ്പന്നിയെ പോലെ ഇരിപ്പുണ്ട്. ഒരു ബോൾ കുനിഞ്ഞെടുക്കാനും കൂടി പറ്റില്ല. ബോളിന്റെ ബാക്കിൽ ഓടുമ്പോൾ ചിരി. എടാ, നിങ്ങൾ ഈ പറയുന്ന ഇന്ത്യൻ ടീമിനെ നാണം കെടുത്തരുത്. ഇവനെ പോലെയുള്ള ചക്കകളൊക്കെ കൊണ്ട് ഇറക്കി നാണം കെടുത്തരുതെന്ന് എനിക്ക് പറയുള്ളൂ. ഇന്ത്യൻ ടീം ഇത്രയും ഫീൽഡിങ്ങിൽ മോശമെന്ന് പറയേണ്ട 99.9% കാരണം ഇവനാണ്, ഈ ശിവൻ ദുബെ. അവന്റെ അടുത്ത് ബോൾ വന്ന് അവൻ വിടും. ഇന്നലെ അവന്റെ ഒറ്റ ക്യാച്ചിലാണ് ഇത്രയും റൺ അടിച്ച് കൂട്ടി വെച്ചത്. ബോൾ എവിടെയൊക്കെ ഓടുന്നു. അത് കണ്ടാൽ തന്നെ ചിരിച്ച് ചാവും. നീ കയ്യിൽ മാത്രമല്ല, ദേഹം മൊത്തം നീ ഈ പറയുന്ന പശ ഒട്ടിച്ചുകൊണ്ട് പോണേന് നല്ല ക്വാളിറ്റിയുള്ള, കുറച്ച് പൈസ കൂടുതലായാലും കുഴപ്പമില്ല, ക്വാളിറ്റിയുള്ള പശ വാങ്ങിച്ച് ദേഹം മൊത്തം നീ അടിക്കും. കയ്യിലല്ല, ദേഹത്ത് എവിടെയെങ്കിലും കൊണ്ടായാലും ഒട്ടിയിരിക്കുമല്ലോ. അങ്ങനെ നിനക്ക് ക്യാച്ച് പിടിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നിനക്ക് ക്യാച്ച് പിടിക്കാൻ പറ്റുന്നത് എനിക്ക് ഒരു പ്രതീക്ഷയില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് എന്റെ പ്ലേയിങ് 11. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളുടെ പ്ലേയിങ് 11 താഴെ ഇടും. നോക്കാം എന്താണ് നടക്കുന്നത് എന്നുള്ളത്. ഒരു കാര്യം ഞാൻ പറയാം, ഓട്ടിച്ചിട്ട് അടിക്കും. നീ നോക്കിയോ, നമുക്ക് എടുക്കണം. ശരി.